അയ്യപ്പ വിശ്വാസ ഭഞ്ജകരുടെ അടുത്ത ടാർഗറ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. അതിനുള്ള ഗൂഢാലോചന തകൃതിയായി അണിയറയിൽ നടക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ലാഭമെന്നുള്ളത് പത്മനാഭന്റെ കാര്യത്തിൽ പിണറായിക്കും കടകംപള്ളിക്കും നന്നായി അറിയാമെന്നും സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: അയ്യപ്പ വിശ്വാസ ഭഞ്ജകരുടെ അടുത്ത ടാർഗറ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് ഉറപ്പായി. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ബോധ്യമാകും. അതിനുള്ള ഗൂഢാലോചന തകൃതിയായി അണിയറയിൽ നടക്കുന്നുണ്ട്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ലാഭമെന്നുള്ളത് പത്മനാഭന്റെ കാര്യത്തിൽ പിണറായിക്കും കടകംപള്ളിക്കും നന്നായി അറിയാം. കോടതിയിലും സർക്കാർ തലത്തിലും ഈ ഗൂഢാലോചന മണക്കുന്നുമുണ്ട്. കരുതിയിരിക്കുക, കഴുകൻ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്നാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പൊതുക്ഷേത്രമല്ലെന്നും ക്ഷേത്ര സ്വത്ത് വിഗ്രഹത്തിന് അവകാശപ്പെട്ടതാണെന്നും തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ സ്വത്ത് രാജകുടുംബത്തിന്റെ കുടുംബ സ്വത്തോ സ്വകാര്യ സ്വത്തോ അല്ല. എന്നാൽ ക്ഷേത്ര ഭരണത്തിന്റെ അവകാശം തങ്ങൾക്കാണുള്ളതെന്നും രാജകുടുംബം വ്യക്തമാക്കി. സ്വകാര്യ ക്ഷേത്രമെന്നാണ് നേരത്തെ ഹൈക്കോടതിയിൽ രാജകുടുംബം നിലപാട് സ്വീകരിച്ചിരുന്നത്. ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ രാജകുടുംബം ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ ഇന്നലെ സുപ്രീം കോടതി അന്തിമവാദം ആരംഭിച്ചു. ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് വാദം പൂർത്തിയായതിനു ശേഷമോ അതിനിടയിലോ തീരുമാനമെടുക്കുമെന്ന് ജസ്റ്റിസ് യു ലളിത് പറഞ്ഞു. അമിക്കസ് ക്യൂറിയായി പുതിയതായി ആരെയും നിയമിക്കേണ്ട സാഹചര്യമില്ല. ആവശ്യമെങ്കിൽ പിന്നീട് ആലോചിക്കും, അദ്ദേഹം വ്യക്തമാക്കി. അമിക്കസ് ക്യൂറിയായിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം നേരത്തെ പിന്മാറിയിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവിന് ശേഷമുള്ള ഭരണാധികാരി സംസ്ഥാന സർക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2011 ജനുവരി 31 ക്ഷേത്രം കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ക്ഷേത്ര ഭരണത്തിന് ഗുരുവായൂർ മാതൃകയിൽ ബോർഡ് രൂപീകരിക്കുമെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ എന്ന നാഗത്തിന്മേൽ ശയിക്കുന്ന പരബ്രഹ്മനായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിലൊന്നാണ്. ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ മുഴുവൻ കക്ഷികളെയും കേട്ട ശേഷം ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച വിഷയം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രതിനിധികൾ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അന്തിമവാദം തുടങ്ങും മുമ്പ് തന്നെ ബി നിലവറയുടെ വിഷയം തീർപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരും മറ്റ് എതിർകക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതിനാൽ ബി നിലവറ തുറക്കാനാവില്ലെന്ന് രാജകുടുംബം അറിയിച്ചു. പത്മനാഭസ്വാമിയുടേത് പൊതുക്ഷേത്രമാണെന്ന 2011 നിലപാടും രാജകുടുംബം ആവർത്തിച്ചു. ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ട്രസ്റ്റി രാമവർമ്മയ്ക്ക് വേണ്ടി കൃഷ്ണൻ വേണുഗോപാലാണ് വാദം ആരംഭിച്ചത്. ക്ഷേത്ര ഭരണ വിഷയത്തിൽ ശാശ്വത പരിഹാരം നിയമനിർമ്മാണമാണെന്നും ഗുരുവായൂർ മാതൃകയിൽ ബോർഡിന് രൂപം നൽകാൻ തയ്യാറാണെന്നും സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.